ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. ഹായ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു ഡേവിഡ് ദ ലിറ്റിൽ ചാൻ. നമ്മളെപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ക്രിയേറ്റീവ് ആവാനായിട്ട് ഒരുപാട് കാശ് മുടക്കാനും നമുക്ക് ആർക്കും എല്ലാവർക്കും ഒരേപോലെ സാധ്യത വരണമെന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമ്മളൊരു ഫസ്റ്റ് മന്ത് ബേബി ഫോട്ടോഷൂട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു സെറ്റ് എങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ റെഡിയാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് തുണികൾ, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പർച്ചേസും നടത്തിയിട്ടില്ല. ഇത് തന്നെ ഒരു വൂളൻ ക്ലോത്താണ്, നമ്മൾ പുതയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വൂളൻ ക്ലോത്ത്. ആദ്യം അതിൻ്റെ ബേസ് ആയിട്ടിട്ട് അതിനുശേഷം റെഡ് കളറിൽ ഒരെണ്ണം എടുത്തു. പിന്നെ ഈ ബ്ലൂ കളറിലെ ഒരു ഷോള് ആണ് വെച്ചേക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന തീം എന്ന് വെച്ചാൽ ഹേർട്ട് ബീറ്റിൻ്റെ തീമാണ്. ഹേർട്ട് ബീറ്റിനകത്ത് ലവ് വന്നിട്ടുള്ള ആ ഒരു തീമാണ്. ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. വെൽവെറ്റ് ടെക്സ്ചറിൽ വരുന്ന ഒരു വൂളൻ ക്ലോത്താണിത്. നല്ലതാണ്, കുട്ടികൾക്കായാലും കിടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊരു ബേസായിട്ട് വന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ഷിഫോൺ ഷോള്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷോള്, അത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടും. ഈ വീഡിയോയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ വെളിയിൽ നിന്ന് നമ്മൾ ആളെ വിളിച്ച് ചെയ്യുന്നതിനേക്കാളും നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോഴത്തേന് അതിന് റിസൾട്ട് കിട്ടുമ്പോൾ ഉള്ള നമ്മുടെ ആ ഒരു സന്തോഷം വേറൊരു അനുഭൂതി തന്നെയാണ്. ഈ ഒരു ഫോട്ടോഷൂട്ടിനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഫോണും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയും മാത്രമാണ്. വേറെ എക്സ്ട്രാ ആയിട്ട് വേറെ ഒരു മെത്തേഡും യൂസ് ചെയ്തിട്ടില്ല. 1 മന്തിൻ്റെ 1 റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളിവിടെ മാങ്ങയാണ് എടുത്തത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ലേറ്റിൽ 1, അങ്ങനെയൊക്കെ ഉള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സീസണലായിട്ട് എന്താ ഫ്രൂട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. ആ ടൈമിൽ മാങ്ങ ആയതുകൊണ്ട് അത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഹെഡ് ബീറ്റിൻ്റെ ആ ഒരു വേവ്സ് വരയ്ക്കുമ്പോഴത്തേന് നമ്മളൊന്ന് ജസ്റ്റ് ആ ഷോള് നല്ലപോലെ സ്പിൻ ചെയ്യണം. അതേപോലെ ഹേർട്ട് വരുമ്പോഴത്തേന് നമ്മൾ നേരെ ഇടുമ്പോഴത്തേന് അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചുരുക്കി അറ്റം ഭാഗം ടൈ ചെയ്ത് അങ്ങനെ വെക്കുമ്പോഴത്തേന് കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിൽ അത് ഇരുന്നോളൂ. പിന്നെ എല്ലാമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ വെക്കുമ്പോഴത്തേന് കറക്റ്റ് ആ ഹെഡ് ബീറ്റിൻ്റെ വേവ്സായിട്ട് തന്നെ വന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത് പിരിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അന്നത്തേന് ആ ലൈൻ പോലെ ഒരു ഡിഫറൻസ് വരാതെ അത് കറക്റ്റായിട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ലൈഫിൽ എപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതെനിക്ക് മനസ്സിലായത് നമ്മൾ ഡേവിഡിൻ്റെ കുഞ്ഞുനാളിൽ, ആ ടൈമിൽ എനിക്ക് ചാനലില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പക്ഷേ എന്നാലും ഈ ഫസ്റ്റ് മന്തിലെ ബേബി ഫോട്ടോഷൂട്ട് നമ്മൾ വീട്ടിൽ അറേഞ്ച് ചെയ്ത് തന്നെ ഇങ്ങനെ അഫോർഡബിളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കാണുമ്പോഴത്തേന് അവൻ കുഞ്ഞുവാവയായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ അവനും കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്കൊന്ന് കുട്ടിക്കാലത്തേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ ഒന്ന് പോകണം, അവരെങ്ങനെയായിരുന്നു എന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെമ്മറബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കും അതൊരു ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒരു റിലീഫായിരിക്കും. അതേപോലെ തന്നെ അവർക്കും അവർ ഇങ്ങനെയൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും. അന്നേരം ആ ഒരു ലവ് ബോണ്ട് നിലനിർത്താൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ. കണ്ണാനക്കണ്ണേ കണ്ണാനക്കണ്ണേ എൻമീത് സായവാ, പൊന്നാന നെഞ്ചേ പൊന്നാന കയ്യാൽ പൂ പോലെ നീവവാ, நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீருமா, நான் பார்த்து நின்றேன் பொன்வானம் எங்கும் என் மின்னல் தோன்றுமா, கண்ணீராய் மேகம் தோறும் கண்ணீர் சேரும் கல் கண்டாய் மாறுமா, ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ.
രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എപ്പോഴും ജീവിതത്തിൽ നിലനിൽക്കുന്നതായി തീരട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫോട്ടോഷൂട്ട് കുഞ്ഞുവാവയ്ക്കാണെങ്കിലും ഡേവിഡിനും ഭയങ്കര ആഗ്രഹമായി എനിക്കും ഇതിനകത്ത് കയറി ഫോട്ടോ എടുക്കണം എന്നൊക്കെ. അങ്ങനെയാണ് പിന്നെ ഡേവിഡിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ക്രിയേറ്റീവായിട്ടുള്ള 1 month ഫോട്ടോഷൂട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് എത്തിക്കാനായിട്ട് അഫോർഡബിളായിട്ടുള്ള ഈ ഒരു മെത്തേഡ് എല്ലാവരിലും എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.